zoology. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന രണ്ട് ഫൈലംസ്, അതായത് പോറിഫെറയും അതേപോലെ തന്നെ സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയുന്ന രണ്ട് ഫൈലംസ്. ഈ രണ്ട് ഫൈലംസിനെ ബേസ് ചെയ്തിട്ട് വരുന്ന എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following is a freshwater sponge? Option A Cycon, B Euspongia, C Spongilla and D Pleurobrachia. നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ, അതായത് ഓപ്ഷൻ എ സൈക്കണും അതേപോലെ തന്നെ ഓപ്ഷൻ ബി യൂസ്പോഞ്ചിയയും, ഈ രണ്ടെണ്ണം വരുന്നത് മറൈൻ ഹാബിറ്ററ്റിലാണ്. ഇനി സ്പോഞ്ചില എന്ന് പറയുന്നത് ഇതിൽ വരുന്നതാണ് ഫ്രഷ് വാട്ടർ ഹാബിറ്ററ്റിൽ വരുന്നതാണ് സ്പോഞ്ചില. ഇനി പ്ലൂറോബ്രക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫൈലത്തിലെ അല്ല ഇത് വരുന്നത് പ്ലൂറോബ്രക്കിയ വരുന്നത്. പ്ലൂറോബ്രക്കിയ വരുന്നത് മറ്റൊരു ഫൈലമായിട്ടുള്ള ഫൈലം ടീനോഫോറയിലാണ്. അതായത് നമ്മൾ പോറിഫെറയും സിലിൻഡ്രേറ്റയും കഴിഞ്ഞിട്ട് വരുന്ന ഫൈലമാണ് ഫൈലം ടീനോഫോറ എന്ന് പറയുന്നത്. ഈ ടീനോഫോറ എന്ന് പറയുന്ന ഫൈലത്തിലാണ് പ്ലൂറോബ്രക്കിയ വരുന്നത്. സോ ഫ്രഷ് വാട്ടർ സ്പോഞ്ചസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പോഞ്ചിലയാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി സ്പോഞ്ചിലയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്യൂ നിഡേറിയൻസ് ലൈക്ക് കോറൽസ് have a skeleton composed of option A calcium hydroxide, B calcium sulfate, C calcium carbonate and D sodium bicarbonate. നിഡേറിയൻസ് അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ്സ്, ഇതിൽ വരുന്ന ചില സ്പീഷീസിന് അവരുടെ സ്കെലിറ്റൻ മെയ്ഡ് ചെയ്തിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി കാൽഷ്യം കാർബണേറ്റ് ആണ്. ബാക്കി വരുന്ന മൂന്നെണ്ണവും റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാൻഡ്രിന അല്ലെങ്കിൽ ബ്രെയിൻ കോറൽ that belongs to phylum option A porifera, option B Cylindrata, option C Ctenophora and option D Platyhelminthes. നമുക്കറിയാം കോറൽസ് വരുന്ന ഫൈലം എന്ന് പറയുന്നത് ഫൈലം സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ ആണ്. കോറൽസ് എല്ലാവരും വരുന്നത് ഫൈലം സിലിൻഡ്രേറ്റയിലാണ് കോറൽസ് വരുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സിലിൻഡ്രേറ്റ. സിലിൻഡ്രേറ്റയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി fourth question, polyp phase is absent in option A Hydra, B Aurelia, C Physalia and D Obelia. നമ്മൾ സിലിൻഡ്രേറ്റ്സിന്റെ കേസ് പറഞ്ഞിട്ടുള്ള ഒന്നാണ്, സിലിൻഡ്രേറ്റ്സിന് അവർക്ക് രണ്ട് ബോഡി ഫോംസ് ഉണ്ട്. അതായത് പോളിപ്സും ഉണ്ട്, അതേപോലെ തന്നെ മെഡ്യൂസ എന്ന് പറയുന്ന ഒരു ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ബോഡി ഫോമും ഉണ്ട്. ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ പോളിപ് ഫേസ് ആബ്സെന്റ് ആയിട്ടുള്ളത് ഏത് ജീനസിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഹൈഡ്ര എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പോളിപ്പാണ്, അപ്പം അതെന്തായാലും അല്ല. പിന്നെ വരുന്നത് ഒറീലിയ, ഫൈസാലിയ, അതേപോലെ തന്നെ ഒബീലിയ ആണ്. ഇതിൽ നമ്മുടെ ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരിൽ മെഡ്യൂസ എന്ന് പറയുന്ന ഫേസ് ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. അവർക്ക് പോളിപ് ഫേസ് ആബ്സെന്റ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബാക്കി രണ്ടെണ്ണം, അതായത് ഫൈസാലിയയും അതേപോലെ തന്നെ ഒബീലിയയും, ഇവർ രണ്ടുപേർക്കും പോളിപ് ഫേസും ഉണ്ട്, അതേപോലെ തന്നെ മെഡ്യൂസ ഫേസും ഏതിൽ കാണുന്നുണ്ട്? ഈ പറയുന്ന ലാസ്റ്റത്തെ രണ്ടെണ്ണത്തിനും ഉണ്ട്. അതായത് ഫൈസാലിയയ്ക്കും ഇതേപോലെ പോളിപ്പും മെഡ്യൂസ ഫേസും ഉണ്ട്, ഒബീലിയയ്ക്കും നമ്മൾ ഇതേപോലെ പോളിപ് അതേപോലെ തന്നെ മെഡ്യൂസ ഫേസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷിന് മെഡ്യൂസ ഫേസ് ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്, അവർക്ക് പോളിപ് ഫേസ് ആബ്സെന്റ് ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, read the following statements. First one, these are primitive multicellular animals and have cellular level of organization. Second, digestion is intracellular. Third, they have a water transport or canal system. Fourth one, they reproduce asexually by fragmentation and sexually by the formation of gametes. Which of the following phylum is being described by the above statement? Option A Porifera, B Ctenophora,
C. Cylindrata, and D. Platyhelminthes. നമുക്ക് ഒരു ഫൈലത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഏതാണ് ആ ഫൈലം എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇവര് സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ള സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്നത് ഫൈലം പോറിഫെറ ആണ്. രണ്ടാമത് ഇവര് നമ്മളോട് പറഞ്ഞത് ഡൈജഷൻ എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാർ ആണെന്ന് പറഞ്ഞു. അപ്പൊ പോളിഫേഴ്സിന്റെ ഡൈജഷനും എങ്ങനെയാണ്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഇനി they have water transport system അല്ലേ? പോളിഫേഴ്സിന് അപ്പം എന്തുണ്ട്? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം നമുക്ക് പോളിഫേഴ്സിൽ കാണാൻ പറ്റും. അത് അതിൻ്റെ ഒരു യുണീക് ഫീച്ചർ ആണ് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഈ വാട്ടർ കനാൽ സിസ്റ്റം കാണുന്ന ഒരു ഫൈലം എന്ന് പറയുന്നത് ഏതാണ്? ഫൈലം പോറിഫെറ ആണ്. ലാസ്റ്റ് ഒരു പറഞ്ഞത് എന്താണ്? അതിൽ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണെന്നും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്ഷലി ഗാമീറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഏതിന്റെയാണ്? ഏത് ഫൈലത്തിന്റെയാണ്? ഫൈലം പോറിഫെറയുടെ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ഫൈലം പോറിഫെറ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, which of the following statements are correct about phylum Cylindrata? First one, they are aquatic, mostly marine, sessile or free swimming, radially symmetrical animals. Second, they have a central gastrovascular cavity with a single opening hypostome. Third, digestion is extracellular and intracellular. Fourth, examples are cycad, spongilla and eospongia. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ സിലിൻഡ്രേറ്റ്സിന്റെ നമുക്ക് സിലിൻഡ്രേറ്റ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ സിലിൻഡ്രേറ്റ്സിന്റെ ഫീച്ചേഴ്സ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതായത് ഒരു ഫൈലത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ സിലിൻഡ്രേറ്റ എന്ന് പറയുന്ന ആ ഒരു ഫൈലത്തിന്റെ ഫീച്ചേഴ്സ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ സിലിൻഡ്രേറ്റ്സ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആണ്, സെസൈൽ ഫോംസും ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ സ്വിമ്മിംഗ് ഫോമും ഉണ്ട്. അവരുടെ സിമെട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി ആണ് അല്ലെ? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സിലിൻഡ്രേറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, they have a central gastrovascular cavity with a single opening hypostome. അവർക്ക് ഒരു സെൻട്രൽ ഗാസ്ട്രോവാസ്കുലർ കാവിറ്റി ഉണ്ട്, അതിന്റെ ഒരു യൂണിക് ഫീച്ചർ ആണ്. അതേപോലെ തന്നെ ഹൈപ്പോസ്റ്റോമും ഉണ്ടായിരിക്കും അല്ലെ? അത് ഓപ്പൺ ചെയ്യുന്നത് ഹൈപ്പോസ്റ്റോമിലേക്ക് ആയിരിക്കും. ഇവരുടെ ഡൈജഷൻ എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കാറുണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഇവരുടെ കേസിൽ നടക്കാറുണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് സൈക്കഡ്, സ്പോഞ്ചില, അതേപോലെ തന്നെ യൂസ്പോഞ്ചിയാണ്. ഇതിൽ ഈ പറഞ്ഞ സൈക്കഡും സ്പോഞ്ചിലയും അതേപോലെ തന്നെ യൂസ്പോഞ്ചിയും ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഫൈലം പോറിഫെറയുടെ എക്സാമ്പിൾ ആണ് അല്ലെ? സ്പോഞ്ചിലൊക്കെ ഏതിൽ വരുന്നതാണ്? സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫേഴ്സിൽ വരുന്നതാണ് ഏതൊക്കെ? ഈ സൈക്കഡും സ്പോഞ്ചിലയും യൂസ്പോഞ്ചിയും ഒക്കെ. അപ്പോൾ എക്സാമ്പിൾസ് തെറ്റാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 1, 2, 3 അല്ലെ? 1, 2 and 3 ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് കോളംസ് തന്നിട്ടുണ്ട്, കോളം 1ഉം അതേപോലെ തന്നെ കോളം 2ഉം. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം. ഇപ്പൊ ഫൈസാലിയ അതിന്റെ നേരെ തന്നിട്ടുള്ളത് സി ആനിമോൺ, മാൻഡ്രീന ബ്രെയിൻ കോറൽ, ഗോർഗോണിയ സീ ഫാൻ, അഡാൻസിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ A3, B2, C1, D4, B A4, B3, C2, D1, C A4, B2, C3, D1 and D A2, B3, C1, D4. ഇതിൽ ഫൈസാലിയ എന്ന് പറയുന്നത് എന്താണ്? പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണ് അല്ലെ? ഫൈസാലിയ എന്ന് പറയുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണ്. അപ്പോൾ A4 ആണ്. മാൻഡ്രിന ഏതാ? ബ്രെയിൻ കോറൽ ആണ്. അപ്പോൾ B2. ഗോർഗോണിയ എന്ന് പറയുന്നത് സീഫാൻ ആണ്. അപ്പോൾ C3. അഡാൻസിയ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? സി ആനിമോൺ ആണ്. സോ അഡാൻസിയ അതായത് D1 ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് A4, B2, C3 and D1 അല്ലേ? ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.
ഇനി 8th question. Examine the figures A, B, C and D. In which one of the four options all the items A, B, C and D are correct? നമുക്ക് 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. 4 ആനിമൽസിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അവർ ഏതൊക്കെയാണെന്നുള്ളതിന്റെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതില് കറക്റ്റ് ആയിട്ട് എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണ്, ഡി ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ഏത് ഓപ്ഷനിലാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്ലൂറോബ്രക്കിയ നിഡോബ്ലാസ്റ്റ് ഒറീലിയ അഡാംസിയ, ബി ഒറീലിയ അഡാംസിയ നിഡോബ്ലാസ്റ്റ് പ്ലൂറോബ്രക്കിയ, സി നിഡോബ്ലാസ്റ്റ് പ്ലൂറോബ്രക്കിയ അഡാംസിയ ഒറീലിയ, ഡി അഡാംസിയ ഒറീലിയ പ്ലൂറോബ്രക്കിയ നിഡോബ്ലാസ്റ്റ്. നോക്കി നോക്കൂ നമുക്ക് തന്നിട്ടുള്ള പിക്ചേഴ്സ് ഏതാണെന്ന്. ആദ്യം തന്നിട്ടുള്ളത് ജെല്ലി ഫിഷിന്റെ പിക്ചറാണ്. ജെല്ലി ഫിഷിന്റെ മറ്റൊരു പേരാണ് ഒറീലിയ. അപ്പോൾ എ എന്താണ്? ഒറീലിയ. ബി എന്ന് പറയുന്നത് ഒരു സിലിൻഡ്രേറ്റ് ആണ്, അതായത് അഡാംസിയ എന്ന് പറയുന്ന ഒരു സിലിൻഡ്രേറ്റ് ആണ് ബിയിൽ തന്നിട്ടുള്ളത്. അപ്പൊ ബി ഏതാണ്? അഡാംസിയ ആണ്. സി എന്താ നോക്കി നോക്ക്, അത് നിഡോബ്ലാസ്റ്റിന്റെ പിക്ചർ ആണ് അല്ലെ. നമ്മുടെ സിലിൻഡ്രേറ്റ്സിൽ ഒരു സ്റ്റിങ്കിങ് ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു നോക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആ നിഡോബ്ലാസ്റ്റിന്റെ പിക്ചർ ആണ് ഇത് സി എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് പ്ലൂറോബ്രക്കിയാണ്, അതായത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫൈലത്തിൽ വരുന്നതാണ് ഇത് തന്നിട്ടുള്ള 4th വൺ എന്ന് പറയുന്നത്. അപ്പോ എ ഒറീലിയ, ബി അഡാംസിയ, സി നിഡോബ്ലാസ്റ്റ് ആൻഡ് ഡി പ്ലൂറോബ്രക്കിയ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പൊ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ മറ്റൊരു പിക്ചർ തന്നിട്ട് നമ്മൾ അത് ഫൈൻഡ് ചെയ്യാനുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യനും. Examine the figures A, B and C. In which one of the four options all the items A, B and C are correct? നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. എ സൈക്കൺ യൂസ്പോഞ്ചിയ സ്പോഞ്ചില, ബി യൂസ്പോഞ്ചിയ സ്പോഞ്ചില സൈക്കൺ, സി സ്പോഞ്ചില സൈക്കൺ യൂസ്പോഞ്ചിയ ആൻഡ് ഡി യൂസ്പോഞ്ചിയ സൈക്കൺ സ്പോഞ്ചില. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കി നോക്കൂ. എ എന്ന് പറയുന്ന ഓപ്ഷൻ അത് സൈക്കൺ ആണ്, സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ എന്ന് പറയും. ബി എന്ന് പറയുന്നത് ഏതാണ്? യൂസ്പോഞ്ചിയാണ്. സി എന്ന് പറയുന്നത് സ്പോഞ്ചിലയാണ്. യൂസ്പോഞ്ചി അല്ലെങ്കിൽ എന്താ പറയാ, ബാത്ത് സ്പോഞ്ച് എന്ന് പറയും. സി എന്ന് പറയുന്നത് സ്പോഞ്ചിലയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ദാറ്റ് ഈസ് സൈക്കൺ, യൂസ്പോഞ്ചിയ, അതേപോലെ തന്നെ സ്പോഞ്ചില. ഇനി 10th ക്വസ്റ്റ്യൻ. Which of the following traits is not shared by both sea anemones and jellyfish? Option A medusa has a dominant stage in the life cycle. B possession of gastrovascular cavity. C sexual reproduction. D nematosis on the tentacles. നമുക്ക് സീ ആനിമോൺസിന്റെയും അതേപോലെ തന്നെ ജെല്ലി ഫിഷിന്റെയും കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇവർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യാത്ത ക്യാരക്ടർ ഏതാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതില് സീ ആനിമോൺസ് ഇവര് പോളിപ് ഫേസും അതേപോലെ തന്നെ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് അതിന്റെ മെഡ്യൂസ ഫേസും ആണ് അല്ലെ. പോളിപ് ഫേസ് ആണ് സീ ആനിമോൺ എന്ന് പറയുന്നത്, ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് മെഡ്യൂസ ഫോം ആണ്, മെഡ്യൂസ ടൈപ്പ് ആണ് ആര്? ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. ഇവിടെ നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സിലിൻഡ്രേറ്റ്സിന്റെ ഒരു കോമൺ ക്യാരക്ടർ ആണ്. ഇവരുടെ ടെന്റക്കിൾസിൽ കാണുന്നതാണ് നെമാറ്റോസിസ്. അതേപോലെ തന്നെ ഇവർക്ക് സെൻട്രലി ഗാസ്ട്രോവാസ്കുലർ കാവിറ്റി ഉണ്ട്. ഇതിൽ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് ഷെയർ ചെയ്യാത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് എ മെഡ്യൂസ ഹാസ് ദ ഡോമിനന്റ് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഡോമിനന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെഡ്യൂസയാണ്. അതായത് നമ്മൾ ഒറീലിയയുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറീലിയയ്ക്ക് അവരുടെ ലൈഫ് സൈക്കിളിലെ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? മെഡ്യൂസയാണ്. മെഡ്യൂസ ഫേസ് ആണ്. അവർക്ക് എന്തില്ല? ഈ പറയുന്ന പോളിപ് ഫേസ് ഇല്ല. അപ്പോൾ ഒരു കോമൺ ആയിട്ട് ഷെയർ ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഏതാണ്? മെഡ്യൂസ ഹാസ് ദ ഡോമിനന്റ് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഈ പറയുന്നതിൽ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? മെഡ്യൂസയാണ്. നമ്മൾ ഒറീലിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു.
അതിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒറിയിലേക്ക് മെഡ്യൂസ ഫേസ് ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. അവർക്ക് എന്ത് ഫേസ് ഇല്ല? പോളിപ് ഫേസ് ഇല്ല. അപ്പോൾ മെഡ്യൂസ ആസ് ദ ഡോമിനന്റ് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഇത് ആർക്ക് മാത്രമുള്ളതാണ്? ഒറിയിലേക്ക് മാത്രമുള്ളതാണ്. അത് ഏതിൽ വരുന്നില്ല? ഈ സൈ അനിമോൺസിൽ വരുന്നില്ല. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, that is A medusa as the dominant stage in the life cycle. 11th question. The common bath sponge belongs to the genus option A Cycon, option B Leucosolenia, C Euspongia and D Spongilla. നമുക്കറിയാം ബാത്ത് സ്പോഞ്ച് അല്ലെങ്കിൽ യൂസ്പോഞ്ചിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബാത്ത് സ്പോഞ്ച് എന്ന് പറയുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് Euspongia. Ini 12th question. Which one of the following statement is without exception in sponges? Option A, they all have calcareous spicules. Option B, they have high regenerative power. Option C, they are found only in marine water. Option D, they are all radially symmetrical. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഒരു എക്സെപ്ഷൻ കേസും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സ്പോഞ്ചസും കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു ഫീച്ചർ ഏതാണെന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതിൽ ദേ ഓൾ ഹാവ് കാൽക്കാരിയസ് സ്പിക്യൂൾസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലതിൽ കാൽക്കാരിയസ് സ്പിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റും, ചിലതിൽ സിലിക്കേഷ്യസ് ആയിട്ടുള്ള സ്പിക്യൂൾസും പ്രസന്റ് ആണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ദേ ഹാവ് ഹൈ റീജനറേറ്റീവ് പവർ. എല്ലാ സ്പോഞ്ചസിനും ഉള്ള ഒരു കോമൺ പ്രോപ്പർട്ടിയാണ് റീജനറേറ്റീവ് പവർ. അവർക്ക് റീജനറേറ്റീവ് പവർ ഒരുപാട് കൂടുതലുള്ള ഒരു ഓർഗൻസ് ആണ് ആര്? ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന സ്പോഞ്ചസ് എന്ന് പറയുന്നത്. ഇനി സിയും അതേപോലെ തന്നെ ഡിയും മറൈൻ ആയിട്ടുള്ള സ്പോഞ്ചസ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ഉണ്ട്. അപ്പൊ അതിൽ എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഇനി റേഡിയലി സിമെട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പോഞ്ചസിൽ ഒട്ടുമിക്കതും എന്താണ്? ഈ പറയുന്ന അസിമെട്രിക്കൽ ആണ്. വളരെ കുറച്ച് മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? റേഡിയൽ സിമെട്രി കാണിക്കുന്നുള്ളൂ. സോ ഇതിൽ രണ്ടിലും, അതായത് നമ്മുടെ സ്പോഞ്ചസിൽ കോമൺ ആയിട്ട് കാണുന്ന ഫീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ്? ദേ ഷോസ് or they have high regenerative power, that is option B. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. In case of poriferans, the spongiocele is lined with a flagellated cell called A. ostia, B. oscula, C. choanocytes and D. mesenchymal cells. Spongiocele അല്ലെങ്കിൽ സെൻട്രൽ ക്യാവിറ്റി, ആ സെൻട്രൽ ക്യാവിറ്റിനെ ലൈൻ ചെയ്ത് കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ആര്? കൊയാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് കൊയാനോസൈറ്റ്സ്. 14th question. Metagenesis refers to option A, the presence of different morphic forms. Option B, alternation of generation between sexual and asexual phase of an organism. Option C, occurrence of drastic change in the form during post-embryonic development. And option D, the presence of a segmented body and pathogenic mode of reproduction. ഇത് APMT 2015 വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. മെറ്റാജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ബിറ്റ്വീൻ സെക്ഷൽ ആൻഡ് അസെക്ഷൽ ഫേസ് ഓഫ് എൻ ഓർഗാനിസം അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് alternation of generation between sexual and asexual phases of an organism. 14th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. The true statement regarding corals is option A, they form branched colonies, B, are solitary or colonial polypoids, C, they grow as massive bodies, and D, all of this. കോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലിൻഡ്രൈറ്റ്സിൽ വരുന്ന ഒന്നാണ് ഇത് കോറൽസ് എന്ന് പറയുന്നത്. കോറൽസിനെ നമുക്ക് സോളിറ്ററി ആയിട്ടും കാണാൻ പറ്റും, അതേപോലെ തന്നെ കൊളോണിയൽ പോളിപ്പോയിഡ്സ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും അല്ലെ? ഇനി ഈ കോളനീസ് ആയിട്ട് ഇവർ ഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവർ എന്ത് ചെയ്യും? വലിയ മാസീവ് ബോഡീസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഫോം ചെയ്യാറുണ്ട്. അതാണ് പിന്നീട് കോറൽ റീഫ് ഒക്കെ ആവുന്നത്. അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില കോറൽസ് ബ്രാഞ്ചഡ് ബോഡീസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാ കോറൽസും ഒരേപോലെയല്ല, പല ടൈപ്പിലുള്ള കോറൽസ് ഉണ്ട് അല്ലെ? ബ്രെയിൻ കോറൽ ഉണ്ട്, ബ്രെയിൻ്റെ ഷേപ്പിലുള്ള കോറൽ ഉണ്ട്, അങ്ങനെ അല്ലാത്ത ഷേപ്പിലുള്ളതുണ്ട്.
ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ടുള്ള കോറൽസ് ഉണ്ട് അല്ലേ? ഇങ്ങനെയുള്ള കോറൽസിനൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബ്രാഞ്ചഡ് ഫോംസ് ആയിട്ടുള്ള കോറൽസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു സോളിറ്ററി ആയിട്ട് കാണുന്ന കോറൽസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ കൊളോണിയൽ ഫോമിൽ കാണുന്നതുണ്ടായിരിക്കും. ഇനി ഇവരിങ്ങനെ കോളനീസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അവർ എന്ത് ഫോം ചെയ്യാറുണ്ട്? ഒരു മാസീവ് ബോഡീസ് ഫോം ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ കോറൽ റീഫ്സ് എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ കോറൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ 3 ഫീച്ചേഴ്സും കോറൽസിനുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദിസ്. എല്ലാ മാർക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന കോറൽസിനുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറയുന്ന 2 ഫൈലംസ്, അതായത് പോളിഫറയുടെയും അതേപോലെ തന്നെ സിലിൻഡ്രേറ്റ എന്ന് പറയുന്ന 2 ഫൈലംസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സും മറ്റും എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും മറ്റൊരു ഭാഗത്തിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.